ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതാണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും ഒരുപാട് വരുന്നൊരു ചോദ്യമാണ്, ഇനി മുന്നോട്ടേക്ക് എന്താണ് എൻ്റെ ലൈഫ്. സോ നമ്മൾക്ക് അത് തന്നെ ഇന്ന് ജനറൽ റീഡിംഗ് ആയിട്ടും ചെയ്യാം എന്ന് കരുതി ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ഫസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 8 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റിസ്, ചാരിയറ്റ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻഡിക്കിൾ, ലവേഴ്സ് കാർഡ്, 3 ഓഫ് പെൻഡിക്കിൾ, മജീഷ്യൻ കാർഡ്. അതേപോലെ തന്നെ ഹെറോഫൻ വന്നിട്ടുണ്ട്, 5 ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കാം, ഒരു തടങ്കലിൽ പെട്ടിരിക്കുന്നൊരവസ്ഥ, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൺഫ്യൂഷനാണ്. ഓക്കെ, ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും, പക്ഷേ ഏറ്റവും ബെറ്റർ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് നിലനിൽക്കുന്നു. എല്ലാ കാര്യത്തിലും അറ്റ് പ്രസൻറ്റ് നിങ്ങൾ കുറച്ചൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പക്ഷേ അടുത്തത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റിസ് ആൻഡ് നമ്മൾക്ക് ചാരിയറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കറൻ്റ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം കിട്ടുന്നു. ഓക്കെ, ഏറ്റവും ബെറ്ററായിട്ടൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു. ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഒന്നിലധികം അവസരങ്ങൾ വന്നു ചേരുന്നു. ക്യാഷ് വേസ് കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായിട്ടില്ല. ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടും സ്മൂത്ത് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ ഒരു 3 വീക്സ് 3 മന്ത്സിൽ തന്നെ കിട്ടാനുള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു. ഓക്കെ, എല്ലാം മനസ്സിലുണ്ട്, എല്ലാം അറിയാം, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, പക്ഷേ അടുത്തൊരു പടി അതെങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൺഫ്യൂഷനായിരുന്നു ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതാണ് യൂണിവേഴ്സായിട്ട് ഈ ഒരു ഫസ്റ്റ് പൈലിൽ മാറ്റിയെടുക്കുന്നത്. നിങ്ങളുടെ പാത്ത് കുറേയും കൂടി ക്ലിയർ ആകുന്നു, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറിക്കിട്ടുന്നു. ഡബിൾ ഡെസ്റ്റിനി ഉള്ള പേഴ്സൺസാണ്. സോ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇവിടെ ചാരിയറ്റ് കാർഡിൽ ഒന്നിലധികം ഓപ്ഷൻസ് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴും നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. സോ നമ്മൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഡെസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം, ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, നമ്മൾക്ക് ഓറാ പവർ കുറച്ചെങ്കിലും ഉണ്ടായിരിക്കണം. ഒത്തിരി ഡൗൺ ആയിട്ട് ഞാൻ റേക്കി ഹീലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ കേസിൽ. സോ കുറച്ചെങ്കിലും നമ്മളൊന്ന് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്. ക്യാഷ് റിലേറ്റഡ് കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും മുന്നോട്ടേക്ക് കാണിക്കുന്നില്ല. അറ്റ് പ്രസൻറ്റ് എന്തെങ്കിലും ഇഷ്യൂസോ, ജോലിയില്ലാത്ത അവസ്ഥയോ, ജോലിയിലൊരു മാറ്റമോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് 3 ഓഫ് പെൻഡിക്കിളും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതായിട്ടും സ്റ്റഡീസിനിപ്പം കുട്ടികളായിക്കോട്ടെ അതും ഈ വർഷം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളോ, നിങ്ങളുടെ അറിവ് കൂടുകയും എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അതിനും പോസിറ്റീവ് റിസൾട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് അടുത്തൊരു വഴി ക്ലിയർ ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അതിനെ ട്രസ്റ്റ് ചെയ്തോളൂ എന്നത് തന്നെയാണ് ഇവിടെ ഓരോ കാർഡ്സിലും നമ്മൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ,
സോ അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ പുതിയൊരു പേഴ്സൺ ഇപ്പോൾ സിംഗിൾസിനൊക്കെ ഇവിടെ ഭയങ്കര പോസിറ്റീവാണ്. ഉടനെ തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ അല്ലെങ്കിൽ സോൾമേറ്റിനെയും കണ്ടുമുട്ടുന്നൊരവസ്ഥ വരുന്നുണ്ട്. ലോകത്ത് തന്നെ വളരെ ചുരുക്കം പേർ മാത്രമേ ട്വിൻ ഫ്ലെയിമിലുള്ളൂ. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കുക. എല്ലാവരും ട്വിൻ ഫ്ലെയിം അല്ല. സോ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സണെ നിങ്ങൾ ഈ വർഷം തന്നെ അല്ലെങ്കിൽ വരും മാസത്തിൽ തന്നെ കണ്ടുമുട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രപ്പോസൽ വഴിയോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു പ്രപ്പോസൽ വഴിയൊക്കെ കണ്ടുമുട്ടാനും പ്രപ്പോസലൊക്കെ നോക്കുന്നവർക്കത് പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, ഇതുവരെയും മാനിഫെസ്റ്റേഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. അങ്ങനെ ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ട്രൈ എന്ന രീതിയിൽ കാണരുത്. നിങ്ങൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തൊന്ന് മാനിഫെസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്കത് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ അത് ജീവിതത്തിൽ അതെന്ത് കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കത് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കാണിക്കുന്നു. സോ അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അത് പലർക്കും പെട്ടെന്ന് പറ്റണമെന്നില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്നാണ് മാനിഫെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എന്ത് കാര്യവും ഉടനെ തന്നെ യൂണിവേഴ്സ് കൊണ്ടുതരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്പലത്തിലോ പള്ളിയിലോ കുറേയും കൂടി നിങ്ങളൊരു സ്പിരിച്വൽ വേയിൽ വരുന്നതായിട്ടും ടാരോ റീഡിങ്, അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ മീനിങ്സ്, ഇത് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, റെയിൻബോസ്, അങ്ങനെയുള്ള യൂണിവേഴ്സായിട്ട് നിങ്ങൾ കുറേയും കൂടി കണക്ട് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് പല ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇൻറ്റ്യൂഷൻ പവറിലൂടെയോ ഡ്രീംസിലൂടെയൊക്കെ തന്നെ അത് ഓർത്തിരിക്കുക. അങ്ങനെ പല തീരുമാനങ്ങൾ മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റുന്നു. ഏഞ്ചൽ നമ്പേഴ്സ് കാണുക മാത്രമല്ല അത് നമ്മളുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് ഒരു മാറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ട് മാത്രം കാര്യമില്ല, അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അത് നമ്മുടെ ലൈഫുമായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണോ യൂണിവേഴ്സ് നമ്മൾക്കൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വർഷങ്ങൾക്ക് മുൻപേ ചെയ്തിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നം, നിങ്ങൾ ആരെയൊക്കെയോ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസ് നല്ല രീതിയിൽ മാറാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ റിലേഷൻഷിപ്പിലോ ജോലിപരമായിട്ടുള്ളതല്ല, അല്ലാതെ നിങ്ങൾ ഫാമിലി റിലേറ്റഡോ ആരുടെയെങ്കിലും സ്നേഹത്തിന് വേണ്ടിയിട്ടോ റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടോ ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കമോ ഡിസ്റ്റൻസൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. സോ ആ ഒരു വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി സമാധാനവും സന്തോഷവും സ്നേഹവും സപ്പോർട്ടും ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഇവിടെ ചെറിയൊരു ബ്ലോക്കേജൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഒരു വാക്ക് തർക്കമോ പ്രശ്നമോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ അതിലും ചിലരുടെ കേസിൽ കാണിക്കുന്നു. പക്ഷേ ഇത് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയും ബോട്ടം ഓഫ് ദി ഡെക്കിൽ കാണിക്കുന്നു. കൂടുതൽ സമയം നിങ്ങളുടെ പോകുന്നത് ഓവർ തിങ്ക് ചെയ്തിട്ടാണ് എന്നതാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫ് ഇഷ്യൂസാണ്, നിങ്ങൾ പ്രസൻറ്റ് ലൈഫിലോട്ട് വന്നിട്ടില്ല. പാസ്റ്റ് ലൈഫ് ഇഷ്യൂസും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും സോൾവ് ചെയ്യാൻ നിൽക്കുന്നതായിട്ടും, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള ട്രോമ ഹീലാകാതെ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. പ്രസൻറ്റ് ലൈഫിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല, എന്നാൽ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസും ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. സോ അതിനാണ് നമ്മളൊരു മാറ്റം വരുത്തേണ്ടത്. പാസ്റ്റ് നമ്മൾക്ക് ആർക്കും ഒരു മാറ്റവും ഇനിയും വരുത്താൻ പറ്റില്ല. അവിടെ തന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് സ്റ്റക്കായി നിൽക്കാതിരിക്കുക. ചിലതൊക്കെ ഒരു പാഠമായിരിക്കാം, അതിൽ നിന്നും അതിൻ്റെ ആ ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ അവിടെ തന്നെ റിലേഷൻഷിപ്പിന് ഒരു വ്യക്തിക്കോ വേണ്ടിയിട്ട് മാസങ്ങളും വർഷങ്ങളും നിങ്ങളുടെ ലൈഫ് കളയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ പിന്നെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ബ്ലെസ്സിങ്, ഒരു വീട് പണിയോ വാഹനമോ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരടുത്ത ലെവലിലേക്ക് ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സോ അത് ഭയങ്കര പോസിറ്റീവാണ്.
എന്തെങ്കിലും ബിസിനസ്, പ്രത്യേകിച്ചും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനമോ ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ വന്നു ചേരുക, ഒന്നിൽ കൂടുതൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണിപ്പോൾ നമുക്ക് കുറേയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക, അല്ലേ? സോ എപ്പോഴും ഒന്നിൽ കൂടുതൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കണം. സോ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നതാണ്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സൈഡിൽ നിന്നും നിങ്ങൾക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടും ആ ഒരു വ്യക്തി ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിലോ ആരെങ്കിലും നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കർമ്മ കിട്ടുന്ന സമയമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വരും മാസത്തിൽ തന്നെ, ഉടനെ തന്നെ, അതിനൊരു ഡിലേ ഇല്ല, ഉടനെ തന്നെ അവർക്കൊരു കർമ്മ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കും വരുന്നുണ്ട്. സോ അത് നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട. എന്തുണ്ടെങ്കിലും നിങ്ങളായിട്ട് തിരിച്ചൊരു റിവഞ്ചിനോ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് ഹാപ്പി ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. സോ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ പോസിറ്റീവാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതൊന്നും മറക്കണ്ട, അത് മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം, അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. പേജ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റേഴ്സ്, അതേപോലെ തന്നെ 10 ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, സ്റ്റാർ കാർഡ് 3 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെൻഡിക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും പോസിറ്റീവായിട്ട് ചെറിയൊരു കാര്യം മാത്രം നിങ്ങൾക്ക് കുറച്ച് മടിയുള്ളതായിട്ടും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ഹെൽത്ത് കുറേയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് രണ്ടുമാണ്. എന്ത് മാറ്റമാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കറക്റ്റ് സമയത്ത് രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറേയും കൂടിയൊക്കെ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ഡേ ബൈ ഡേ സമയത്തിലൊരു വ്യത്യാസം വരുത്തുക. ഫുഡൊക്കെ കഴിക്കുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ കുറച്ചൊന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൂടെ കാണിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റണം എന്നതാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു മടി മാറ്റിയാൽ തന്നെ ഇവിടെ എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകും. ഈ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടാണ് നിങ്ങളിരിക്കുന്നത്, അല്ലേ? നെഗറ്റീവ് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും. ഒറ്റയ്ക്കിരുന്ന് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ അത് നമ്മൾക്ക് ആവശ്യമില്ല. ആ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അന്നത്തെ ദിവസം മൊത്തം ആ ഒരു നെഗറ്റീവ് എനർജിയിൽ അങ്ങനെ നിൽക്കും. ആ ഒരു ദിവസം ഫുള്ളായിട്ട് കഴിഞ്ഞു പോവുകയും ചെയ്യും. സോ നമ്മൾക്ക് അങ്ങനെ വേണോ? പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായിട്ടൊരു ദിവസം കടന്നു പോവുക, ഒരു മാറ്റവും ഇല്ലാതെ പിറ്റേ ദിവസമാവുക, അങ്ങനൊരു ലൈഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയും ഫസ്റ്റ് പൈൽ പോലെ തന്നെ ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള, യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പാഷനുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനെ മടി പിടിച്ച്, അല്ലെങ്കിൽ എല്ലാ നാളത്തേക്ക് സിറ്റുവേഷൻ കാരണം ഓവർ തിങ്ക് ചെയ്തോ മെൻ്റലി എന്തെങ്കിലും ഡൗൺ ആക്കുന്ന ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയും ഇഷ്യൂസൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരവസ്ഥയും മെൻ്റലി ഡൗൺ ആയിട്ടായിരിക്കാം ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും. പക്ഷേ അത് എപ്പോൾ കിട്ടും എപ്പോൾ ക്ലാരിറ്റി വരും എന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഉടനെ തന്നെ നിങ്ങൾക്കൊരു 2 ആഴ്ചയിലോ 2 മാസത്തിലോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാം തന്നെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ അത് ട്രസ്റ്റ് ചെയ്യുക.
അതിനുശേഷം അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഈ ഒരു മടിയുടെ ആവശ്യമില്ല. ആരൊക്കെ വന്നാലും പോയാലും എന്തൊക്കെ സിറ്റുവേഷൻ നടന്നാലും മുന്നോട്ടേക്ക് ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ. സോ ഹാപ്പി ആയിട്ട് മാക്സിമം ഓവർ തിങ്ക് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നുണ്ട്. സന്തോഷിക്കാൻ പറ്റുന്ന ഹാപ്പി ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചൊരു സ്ലോ മൂവിങ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 3 മാസം വരെയും നിങ്ങൾക്ക് ഈ ഒരു മടി അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നോ അത്രയും നല്ലത് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു 3 മന്ത്സിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മാറ്റം വന്നു തുടങ്ങുന്നത്. അത് നമ്മൾക്ക് ആവശ്യമില്ല, അത്രയൊരു ഡിലേ നമ്മൾക്ക് ആവശ്യമില്ല. സോ മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റാം, മടി പിടിച്ചിരിക്കുന്നത് മാറ്റാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യാം. എന്തെങ്കിലും ഹോബീസോ ബുക്സൊക്കെ വായിക്കാനോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനോ മെഡിറ്റേഷൻ കാര്യങ്ങൾ, പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാനോ പഠിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനോ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സമയത്തെ ഭയങ്കര സന്തോഷമുള്ള മിനിറ്റുകളാക്കി മാറ്റാൻ സാധിക്കട്ടെ. ഓക്കെ, സോ അപ്പോൾ തന്നെ ഇത്രയും ഡിലേ ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും. 3 മന്ത്സിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വാർത്തകളൊക്കെ അറിയാൻ സാധിക്കും. ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പ്രപ്പോസലൊക്കെ നോക്കുന്നവരാണെങ്കിൽ സ്ലോ മൂവിങ് ആണ്, പക്ഷേ വരും മാസത്തിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളെ കണ്ടുമുട്ടാനും ഒരു വിവാഹത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ഒരു ട്രാവലിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, ഇപ്പോൾ പ്രത്യേകിച്ചും ജോലിപരമായും പുതിയൊരു ജോലി നോക്കാനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പായിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു ട്രിപ്പായിട്ട് പോകാനോ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉള്ളവർക്ക് അത് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യാം. വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യാനും ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളും മെമ്മറീസുമായിരിക്കും. ഓക്കെ, സോ അങ്ങനെ കുറേ നാളായിട്ട് മാറ്റിവെച്ച എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ അത് സാധിക്കും എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ടും കുറച്ചൊന്ന് സേവിങ്സൊക്കെ ഉണ്ടാകുന്നതായിട്ടും എല്ലാം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാ കാര്യവും ചെയ്ത് തീർത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ നമ്മൾക്ക് 6 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്താൽ അതിനൊരു റിസൾട്ടും ഇവിടെ കാണാൻ പറ്റുന്നില്ല. കാര്യം 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പോകും തോറും ആ ഒരു പേഴ്സണ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. വരാനുള്ള ഒരു ബ്ലോക്കേജ് വീണ്ടും കൂടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നതാണ്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സമയം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു ഹീലിംഗ് പീരീഡാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നു, സെപ്പറേഷൻ വന്നു, അതൊരു ഹീലിംഗ് പീരീഡായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്കും ഇതൊരു നല്ല സമയമാണ്, ഒരു ഹീലിംഗ് പീരീഡായിട്ട് തന്നെ എടുക്കാം. സോ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. മേ ബി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ പറ്റിയിട്ടോ ഈ സിറ്റുവേഷനെ പറ്റിയിട്ടോ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 മാസത്തിൽ കിട്ടാനുള്ളൊരു ചാൻസുമുണ്ട്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. ഈ വ്യക്തിനെ പറ്റിയിട്ടോ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് അറിയില്ല. കുറേയും കൂടി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. സോ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആൻഡ് 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. പലർക്കും ആ ഒരു വ്യക്തിയായിട്ട് തന്നെ റീകൺസിലേഷൻ, റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. അതങ്ങനെ തന്നെ എല്ലാവർക്കും നടക്കട്ടെ. ജനറൽ റീഡിംഗ് ആണ്. സോ
ഒരു 70% ആൾക്കാർക്കും റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസാണ് നമ്മൾ നോർമലി പറയുക. പക്ഷേ ഞാൻ വിഷ് ചെയ്യുന്നു അങ്ങനെ ആഗ്രഹമുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയായിട്ട് തന്നെ നടക്കട്ടെ. ഒരു ഫാമിലി ലൈഫ്, ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല. ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റണം. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ മുന്നോട്ടേക്കുണ്ട്. ജോലിപരമായി നല്ലൊരു ജോലി, നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതായിട്ടും, ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും പോസിറ്റീവാണ്. വിസയൊക്കെ കിട്ടിയവരും മാസത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. പുതിയൊരു ജോലി അല്ലെങ്കിൽ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അതെല്ലാം കിട്ടാനും കുറച്ചൊന്നും അറിയപ്പെടുന്ന രീതിയിൽ വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു പ്രൊമോഷനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾ ഫ്യൂച്ചറിൽ വരും എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ ഇവിടെ സ്റ്റാർ കാർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻഡിക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ലൈഫിലൊരു ഉയർച്ച ഉണ്ടാകുന്ന വ്യക്തികൾ, ലൈഫിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകേണ്ട വ്യക്തികളാണ് ഇവിടെ ഇത്രയും മടി പിടിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഓരോ ദിവസങ്ങളും ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സമയം അത് തിരിച്ചു കിട്ടില്ല, വേസ്റ്റ് ആക്കാതിരിക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, സോ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റണം. ഒരുപാട് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ റേക്കി ഹീലിംഗ് സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് 2 സെക്ഷനായിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാം. നല്ലൊരു മാറ്റവും റിസൾട്ടും തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം ഓരോ വഴികൾ. ഈ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനും പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അതിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ചിന്തിക്കണം ആവശ്യത്തിന്. പക്ഷേ ഓവർ തിങ്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ആകുന്നു. അന്നത്തെ ദിവസം മൊത്തം അങ്ങനെ പോയി കിട്ടുന്നൊരവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റണം എന്നുള്ളത്. ഓക്കെ, സോ സന്തോഷിക്കാൻ പറ്റുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്പിരിച്വൽ വേയിലുള്ളൊരു വ്യക്തികളെയും എനിക്കിവിടെ ഈ ഒരു സെക്കൻഡ് പൈയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നല്ല നല്ല കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നടക്കുന്നത്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് അതൊരു ബ്ലോക്കേജിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.